നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാഴം പ്രസാദിച്ച് അല്ലെങ്കിൽ വ്യാഴ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ശനിയുടെ കറുത്ത കരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടിയ നക്ഷത്രക്കാർക്ക് ഒരു മോചനമാണ് വ്യാഴത്തിന്റെ ഈ കർക്കടം രാശിയിലേക്കുള്ള വരവോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വ്യാഴം കുറച്ച് സമയങ്ങളായി കർക്കടം രാശിയിൽ നിലകൊള്ളുന്നു. വ്യാഴം ഏറെ ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ്. ശനി പാപിയാണ്. ഇത് രണ്ടും നമുക്കറിയാം. പക്ഷേ ശനിയുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കാരണം ശനി പിടിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിൽ നിന്നൊരു മോചനമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ ആർക്കൊക്കെയാണ് ഈ മോചനം സംഭവിക്കാൻ പോകുന്നത്? ഏത് നക്ഷത്രക്കാർക്കാണ്? കാരണം നമുക്കറിയാം, കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, ഇതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ട ശനികളാണ്. ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ജാതകത്തിലെ ശനി. അപ്പോൾ ഈ ശനിയിൽ നിന്നും ദുരിതം അനുഭവിച്ച് കഷ്ടപ്പാട് കൊണ്ട് വലഞ്ഞ് ദുരിതങ്ങൾ ഏറെ സഹിച്ച്, അത് ഏറ്റവും ബുദ്ധിമുട്ട് സാമ്പത്തിക സ്ഥിതിയാണ്. വളരെ തളർന്നുപോയി ദുരിതങ്ങളായിരിക്കും എന്നും. കാരണം എത്ര കഠിനാധ്വാനം ചെയ്താലും നമുക്ക് കാര്യമായിട്ടൊന്നും ജീവിതത്തിൽ നീക്കി വെക്കാൻ കഴിയാതെ വരിക. വളരെയധികം ചിലവർ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ ഒരു മോചനം ആണ് ഈ വ്യാഴം കർക്കടം രാശിയിലേക്ക് വന്നോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഏഴരശനി, ആർക്കൊക്കെയാണ് കണ്ടകശനി, ആർക്കാണ് ജന്മശനി, പിന്നീട് അഷ്ടമശനി ആർക്കാണ്, ഇതൊക്കെ നോക്കാൻ പോവുകയാണ്. ഇവർക്കാണ് ഈ ഒരു ശനിയിൽ നിന്നും മോചനം വരാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ മാസവും കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും തുടരുന്നുണ്ട്. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലിയും അതുപോലെ പൂജയിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കണ്ടകശനി ആർക്കൊക്കെയാണെന്നാണ്. കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ഏത് രാശിയിൽ പെടുന്നവരാണ്? അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ടകശനി അനുഭവിക്കുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ധനുക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന 2.25 നക്ഷത്രമാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് 4-ാം ഭാവത്തിലാണ് കണ്ടകശനി പിടിച്ചിരിക്കുന്നത്. കാരണം കുടുംബത്ത് ദുരിതങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൽ ഒട്ടും സമാധാനമില്ലാതെ വരിക, ജോലി ഭാരം കൂടുക, അതിനൊത്ത വരുമാനമില്ലാതെ വരിക, അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഈ പറയുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ മോചനം വരുന്നതെന്ന് പറഞ്ഞാൽ, ഏറെ ശുഭത്വമുള്ള വ്യാഴം ഇപ്പോൾ കർക്കടം രാശിയിലാണെന്ന് പറഞ്ഞു. ഈ കർക്കടം രാശിയിൽ നിന്നും വ്യാഴത്തിന് മീനം രാശിയിലേക്ക് ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങൾക്കൊക്കെ വിശേഷ ദൃഷ്ടിയുണ്ട്. എന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് ദൃഷ്ടിയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെ വ്യാഴത്തിനും ശനിക്കും അതുപോലെ ചൊവ്വയ്ക്കും വിശേഷ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന് ഏതൊക്കെയാണ് വിശേഷ ദൃഷ്ടി? 1, അതുപോലെ തന്നെ 5, 7, 9. 1, 5, 7, 9. അങ്ങനെ നോക്കുമ്പോൾ 9-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി. അതായത് വ്യാഴം ഇപ്പോൾ ഉച്ചരാശിയിലാണ് കർക്കടത്തിൽ നിലകൊള്ളുന്നത്. അതിശക്തമാനാണ് വ്യാഴം. ഈ വ്യാഴം കർക്കടത്തിൽ നിന്നും കർക്കടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം,
ധനു, മകരം, കുംഭം, മീനം 9-ാം ഭാവം. അപ്പൊ ഈ വിശേഷ ദൃഷ്ടി വ്യാഴത്തിന്റെ ഈ മീനത്തിലേക്ക് വന്നു. ഈ വന്നോട് കൂടിയിട്ട് ശനിയുടെ ശക്തി കുറഞ്ഞു. ശനി ശാന്തനായി, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ആ ഒരു സൂര്യ പ്രഭയ്ക്കുള്ളിൽ ശനി ഒതുങ്ങിക്കൂടി. അപ്പൊ ശനിക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യാൻ കഴിയില്ല. ദോഷം ചെയ്യാനല്ല, ശനിയുടെ ആ കറുത്ത കരങ്ങൾ കൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ശനി മനഃപൂർവ്വമല്ല ശനി ബുദ്ധിമുട്ടിക്കുന്നത്, അത് എല്ലാവർക്കും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി, അത് ഈ 12 രാശിയിൽ ഇങ്ങനെ നിലകൊണ്ടിരിക്കും. ഏകദേശം 2.5 വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുക. അപ്പൊ ആർക്ക് കണ്ടകശനി വരുന്നു എന്ന് വെച്ചാൽ, കണ്ടകശനി വന്നത് 1 ധനുരാശിക്കാർക്കാണ് കണ്ടകശനി. കണ്ടകശനി വരുന്നത് ഞാൻ നക്ഷത്രങ്ങളെ പറഞ്ഞു. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന 2.25 നക്ഷത്രക്കാർക്കാണ് കണ്ടകശനി. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പല തരത്തിലായിരിക്കും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഈ വ്യാഴം ശക്തിയാർന്നോട് കൂടിയിട്ട് ഇവർക്കൊരു മോചനമാണ് ശനിയിൽ നിന്നുണ്ടാവാൻ പോകുന്നത്. സമാധാനമായ ജീവിതം, സുഖ അന്തരീക്ഷം, ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോയത് നടക്കാൻ തുടങ്ങുക, സാമ്പത്തിക ശേഷി വർദ്ധിക്കുക, അല്ലെങ്കിൽ ജോലി ഉണ്ടാവുക, ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ജോലി കിട്ടുക. ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയാണോ, കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും കണ്ടകശനി 4-ാം ഭാവത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ വീടുമായിട്ട് സ്വരച്ചേർച്ച ഇല്ലാതെ വരിക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു ഉടക്കിക്കൊണ്ടിരിക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ കുടുംബങ്ങളായിട്ട് ഒത്തുപോകാൻ കഴിയാതെ വരിക, അത് കണ്ടകശനി കാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. 4-ാം ഭാവത്തിലാകുമ്പോൾ കുടുംബ ഭാവത്തിലാണ് കണ്ടകശനി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് എല്ലാ തരത്തിലും ആ ശനി നമ്മളെ ബുദ്ധിമുട്ടിക്കും. ചില അസുഖങ്ങൾ നമ്മൾക്ക് വരുത്തുക, ചില പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ ബാധിക്കുക, ഇതിനുകൊണ്ടൊക്കെ സാമ്പത്തിക നഷ്ടം വരിക, നമ്മൾ ജോലി ചെയ്യുന്ന പൈസ എല്ലാം അസുഖത്തിനായി മാറ്റിവെക്കേണ്ടി വരിക. ഇതൊക്കെ കണ്ടകശനി കാലത്ത് നമുക്കുണ്ടാകാം. ചീത്തപ്പേര് സംഭവിക്കുക, പലതരത്തിലുള്ള ചീത്തപ്പേര്, നമ്മൾ പറയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അപവാദമായി പറയുക, ഇതൊക്കെ കണ്ടകശനി കാലത്ത് ഈ പറയുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അത് ഇനി അടുത്ത കണ്ടകശനി ആരാണെന്ന് നോക്കാം. അടുത്ത കണ്ടകശനിക്കാർ കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽ വരുന്ന ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര ചേർന്ന കന്നിക്കൂറുകാർക്കാണ് ഈ കണ്ടകശനി ബാധിച്ചിരിക്കുന്നത്. ഇവരെ ബാധിച്ചിരിക്കുന്ന കണ്ടകശനി 7-ാം ഭാവത്തിലേക്കാണ്. കാരണം ശനിയുടെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് കണ്ടകശനി ഇവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോൾ കണ്ടകശനി ആയി എന്നുള്ളതാണ്. അപ്പോൾ ശനിയുടെ കേന്ദ്രഭാവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രം വരുമ്പോൾ കണ്ടകശനി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. അവരുടെ 7-ാം ഭാവത്തിലാണ്. 7 എന്തിന്റെ ഭാവമാണ്? വിവാഹത്തിന്റെ ഭാവം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഭാവം, അല്ലെങ്കിൽ കളത്രഭാവം എന്ന് പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. കളത്രഭാവത്തിലാണ് കണ്ടകശനി ഇവരെ ബാധിച്ചിരിക്കുന്നത്. അതിന് ഒരു ശമനം വരാൻ പോവുകയാണ്. അതിന് പ്രമാണം പറയുന്നുണ്ട്, വിവാഹ മദന ലോക ഭാര്യ ഭർത്തി സമാഗമ ശയ്യ ശ്രീ സന്മനഷ്ടാർത്ഥ മധുനാനഭിസപ്തമാൽ. ഇത് 7-ാം ഭാവത്തിന്റെ ഒരു പ്രമാണമാണ്. പ്രശ്നമാർഗത്തിലുള്ള പ്രമാണമാണ്. ഈ പ്രമാണപ്രകാരം 7-ാം ഭാവത്തിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ദോഷങ്ങൾ വരും. ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുക, നിരന്തരമായിട്ട് ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവാതെ വരിക, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റു എന്നുള്ള പേര് പറയുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർന്ന് പോവാതെ വരിക, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ വിവാഹം മുടങ്ങുക, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വിവാഹം മുടങ്ങുക, വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ നിങ്ങളുടെ യാത്രാ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മുടക്കം. നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പലതരത്തിൽ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വരും കണ്ടകശനി കാലത്ത്. പിന്നെ സാമ്പത്തിക സ്ഥിതി പറയേണ്ടതില്ല, എന്തായാലും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വരും, തൊഴിലിന് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ എല്ലാ ഭാവങ്ങളിലും കണ്ടകശനി പിടിച്ച് മൊത്തത്തിൽ നമ്മളെ ആകെ ഒന്ന് പിടിച്ചു ഉലയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടെ കാലം കഴിയുമ്പോഴേക്കും ഈ മനുഷ്യന് ആകെ ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. മിക്കവാറും നക്ഷത്രക്കാർക്ക് ശനിദോഷം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. ഏകദേശം ഈ കണ്ടകശനിയും ഏഴരശനിയും അഷ്ടമശനിയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ കണ്ടകശനി എന്ന് പറയുന്നത് 2.5 വർഷമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക. ഏഴരശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക.
ഇതൊക്കെ ഏകദേശം ഒരേ ഫലം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുക. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് മകീരമര, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിലാണ് കണ്ടകശനി നിലകൊള്ളുന്നത്. കർമ്മ തടസ്സമാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് വരിക അവർക്ക്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ തൊഴിലാണ്. ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നു. അപ്പൊ ആ കർമ്മത്തിന് എപ്പോഴും വിഘ്നങ്ങൾ വരിക, തടസ്സങ്ങൾ വരിക, തൊഴിലിന് പോകാൻ പറ്റാതെ വരിക. തൊഴിൽ ചെയ്യുന്നിടത്ത് അതിന്റെ ഓണറുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മേൽ ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് സഹകരിച്ചു പോകാൻ കഴിയാതെ വരിക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, നിരന്തരം വഴക്കിടേണ്ടതായിട്ട് വരിക, അടി, പ്രശ്നങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കലഹങ്ങൾ, ഇതൊക്കെ നിരന്തരം തൊഴിലിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മനസ്സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്നും ഒരു ബേജാറായിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. എപ്പോഴും ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക. ഇനി എൻ്റെ തൊഴിൽ ഉണ്ടാവില്ലേ, ഞാൻ തൊഴിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ചെയ്യും, സാമ്പത്തികത്തിന് പണത്തിനായിട്ട് വളരെ ബുദ്ധിമുട്ടും, എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ പാടുപെടില്ലേ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളായിരിക്കും മനസ്സിനെ ഇങ്ങനെ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. 10ാം ഭാവത്തിൽ കണ്ടകശനി പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദോഷം. ഇങ്ങനെ 10ാം ഭാവത്തിലും 7ാം ഭാവത്തിലും 4ാം ഭാവത്തിലും വ്യത്യസ്ത സ്വഭാവം പറയുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന വെറും ഭാര്യാകലഹം മാത്രമല്ല 7ാം ഭാവത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക, എല്ലാ തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ തൊഴിൽ മാത്രമല്ല എല്ലാ തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കും. തൊഴിൽ നമ്മുടെ പ്രധാനമാണ്. ഏതൊരു മനുഷ്യനും തൊഴിൽ നിർബന്ധമാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് പണമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്ത് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ വേണം. അപ്പോൾ അതിന് ഈ ഒരു കാലഘട്ടം നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു മോചനമാണ് ഈ വ്യാഴം ബലവാനായിട്ട് കർക്കിടകം രാശിയിൽ നിന്നപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് ശനിക്ക് അതിനുള്ള ശേഷി നഷ്ടപ്പെട്ടു, അഥവാ വ്യാഴദൃഷ്ടിയിൽ ശനി ശാന്തനായി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇങ്ങനെയെല്ലാം പല വിധത്തിലാണ് അതിനെ പറ്റി ജ്യോതിഷം പറയുന്നത്. എങ്കിൽ പോലും എന്തായാലും ശനി ശാന്തനായി ഇവരെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ച തന്നെയാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ കറുത്ത കരങ്ങളിൽ നിന്നും മോചനമാണ്. അപ്പൊ നമ്മൾ നോക്കിയത് 3 നക്ഷത്രക്കാരെ, 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരെയാണെന്ന് നോക്കിയത്. ഇനി 7ര ശനി നമുക്ക് നോക്കാം. എന്താണ് 7ര ശനി? നമുക്കറിയാം 7ര ശനി 7.5 വർഷമാണ് എന്നുള്ളത്. അപ്പൊ ആർക്കൊക്കെയാണ് 7ര ശനി? ഇപ്പോൾ മീനം രാശിയിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ചാരവശാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശനി മീനം രാശിയിലാണ്. 2.5 കൊല്ലമാണെങ്കിൽ ഏകദേശം 1.5 കൊല്ലത്തോളം ശനി ഇപ്പൊ അവിടെ നിൽക്കുന്നു. ഇനി 1 കൊല്ലം കൂടി ഇവർ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1 കൊല്ലം കൂടി ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആർക്കാണ് 7ര ശനി എന്ന് ചോദിച്ചാൽ ശനി 6. ഒന്ന് കുംഭം രാശിക്കാർക്കാണ് 7ര ശനി വരുന്നത്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുംഭം രാശിയിൽ ഏതൊക്കെ നക്ഷത്രമാണ് വരിക? കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതിര മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂറുകാർക്കാണ് 7ര ശനി. 7ര ശനി ഞാൻ പറഞ്ഞു 7.5 വർഷമാണെന്ന്. ഈ 7ര ശനി ബാധിക്കുന്നതും ഏകദേശം കണ്ടകശനി പോലെ തന്നെയാണ്. നമ്മളെ കേട്ടിട്ടുണ്ട് കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ. ഏകദേശം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവർ ഈ പറയുന്ന നക്ഷത്രക്കാർ 7ര ശനി കൊണ്ട് ആകെ ദുരിതം അനുഭവിക്കുന്നവരായിരിക്കും. വളരെ വളരെ അധികം ദുരിതം അനുഭവിക്കുന്നവരായിരിക്കും. നെട്ടോട്ടം ഓടുകയും ബുദ്ധിമുട്ട് കൊണ്ട് നെട്ടോട്ടം ഓടുകയാവും പലരും. ഒന്നിനും സമാധാനമില്ലാതെ വരിക, എന്ത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരിക, നിരന്തരമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരിക, പണമെല്ലാം ഹോസ്പിറ്റൽ വാസത്തിന് ചിലവാക്കേണ്ടി വരിക, അനാവശ്യമായ പാഴ്ചിലവ് വരിക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന്, ചിലവാകുന്നത് വേറൊന്ന്. നമ്മൾ പ്രതീക്ഷിക്കും ഇന്ന് 1000 രൂപ എനിക്ക് വരുമാനമുണ്ട്, അതിൽ നിന്നും ഒരു 500 രൂപ ചിലവാക്കി 500 രൂപ മാറ്റി വെക്കണമെന്ന് വിചാരിച്ചതൊന്നും നടക്കില്ല. 1000 പോയി 500 കടമാവും. അങ്ങനത്തെ അവസ്ഥയാണ് പ്രത്യേകിച്ച് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 7ര ശനി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് അടുത്ത 7ര ശനി ആർക്കാണ്? അടുത്ത 7ര ശനി മീനം, മേടം രാശിക്കാർക്കാണ്. മേടം രാശിക്കാർക്കും ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും മിക്കവാറും സംഭവിക്കുന്നത്. ഇപ്പോൾ അവർക്ക് അതൊരു ശാന്തത വന്നു തുടങ്ങി എന്നുള്ളതാണ്. വ്യാഴത്തിന്റെ ഈ പറയുന്ന ദൃഷ്ടി
കർക്കിടം രാശിയിൽ നിന്നും വ്യാഴത്തിന് 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന് ഞാൻ പറഞ്ഞു 9 മാത്രമല്ല 5ഉം 7ഉം 1ഉം അതുപോലെ തന്നെ 9ഉം വ്യാഴത്തിന്റെ ദൃഷ്ടികളാണ്. 7 എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട് 7ലേക്ക്. പക്ഷെ വിശേഷ ദൃഷ്ടി 5, 9 ഒക്കെയാണ്. ചൊവ്വയ്ക്ക് പ്രത്യേകിച്ച് ദൃഷ്ടിയുണ്ട്. ചൊവ്വയ്ക്ക് 7, 4, 8 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. ശനിക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. ശനിക്ക് 1, 3 അതുപോലെ 7, 10 ഈ ഭാവങ്ങളിലേക്ക് ശനിക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. ആ ഒരു ദൃഷ്ടിയുടെ ബലത്തിലാണ് വ്യാഴത്തിന്റെ ഈ ഒരു ദൃഷ്ടി മീനൻ രാശിയിലേക്ക് പതിഞ്ഞതോട് കൂടിയിട്ട് ശനിയുടെ ബലം കുറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്കൊക്കെ ശനിയുടെ താൽക്കാലികമായി ശനിയുടെ പിടിയിൽ നിന്നും ഒരു കരങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം തീർച്ചയായിട്ടും പുഷ്ടിപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന ഈ കൂറുകാർക്ക് 7ര ശനിയാണ്. 7ര ശനി കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർക്ക് വീണ്ടും 7ര ശനിയിലേക്ക് തന്നെ കടക്കുന്നത്. അതായത് ജന്മശനി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് തന്നെയാണ്. ഇവർക്ക് പിന്നെയും മോചനമില്ല എന്നുള്ളതാണ്. ഒരു സമാധാനം ശാന്തതയും വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട്. എന്തായാലും ഈ പറയുന്ന നക്ഷത്രക്കാർക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. കാരണം നമ്മുടെ ജാതകത്തിലെ ശനിയുടെ അവസ്ഥ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ ജീവിതത്തിൽ ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊന്നും വരില്ല. പക്ഷേ അത് ജാതകത്തിലെ ശനിയുടെ അവസ്ഥ എന്താണോ എന്ന് നോക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെയാണോ നിൽക്കുന്നത് എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിപ്പിക്കുക. എന്തെങ്കിലും ശനിയുടെ ഒരു മോശമായ ഒരു അവസ്ഥയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ആ ഒരു ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നതായിരിക്കും. പിന്നീട് പറയുന്ന നക്ഷത്രക്കാർ മീനൻ രാശിക്കാർ തന്നെയാണ്. ജന്മശനി എന്നൊക്കെ പറയും. ജന്മത്തിലാണ് ശനി. ഇതേ അവസ്ഥ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞതായിരിക്കും. മീനം രാശിയിൽ വരുന്ന പൂരൊരുട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി ചേർന്ന ഈ കൂറുകാർക്ക് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമായിരിക്കും മുന്നിൽ വരിക. എന്ത് ആഗ്രഹിച്ചാലും അതിന് തടസ്സം വരും. ഇന്ന് നടക്കും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നീണ്ടു പോകും എന്നുള്ളതാണ് ഈ പറയുന്ന മീനക്കൂറുകാർക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് ജന്മശനി അത്ര തന്നെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ അവസ്ഥ എന്താണോ എന്നതിനനുസരിച്ചിരിക്കും ശനിയുടെ ദോഷങ്ങളിൽ നിന്നും മോചനവും കാഠിന്യവും വരിക. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. ഇനി വരുന്നത് അഷ്ടമശനിയാണ്. ആർക്കാണ് ഈ അഷ്ടമശനി? അഷ്ടമശനി വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. അതായത് 8ാം ഭാവത്തിലാണ് ഇവരുടെ ശനി സഞ്ചരിക്കുന്നത്. അഷ്ടമശനിയും നമുക്ക് ദോഷം തന്നെയാണ് ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ജാതകത്തിലെ ശനിയുടെ അവസ്ഥ അനുസരിച്ച്, ബലം അനുസരിച്ച് നിങ്ങൾക്ക് ദോഷം കൂടുതലോ കുറവോ ആയിരിക്കാം. അത് നിങ്ങൾ ജ്യോത്സ്യനെ കൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷകാഠിന്യം കുറയുന്നതുമായിരിക്കും. ഈ ചിങ്ങക്കൂറ് വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്ര നക്ഷത്രക്കാരാണ്. അതായത് മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയാണ്. വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുക, ഇതിനൊക്കെ തടസ്സം വരിക, അല്ലെങ്കിൽ നമുക്ക് ചില അസുഖങ്ങൾ നമ്മളെ പിടിപെടുക, നിരന്തരമായ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, എത്ര ചികിത്സിച്ചാലും അസുഖങ്ങൾ മാറി വരാതെ വരിക, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപവാദം പറയുക, നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപവാദം പറഞ്ഞു വരുത്തുക, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പരിധി വരെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇത്രയും നക്ഷത്രക്കാർക്കാണ് ശനിയുടെ പിടിയിൽ നിന്നും മോചനം ലഭിക്കാൻ പോകുന്നത്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വന്നു. ആ വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിലേക്കുണ്ട്, അതായത് 9ാം ഭാവത്തിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴം ഉച്ചരാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. ഈ ബലവാനായി നിൽക്കുന്ന ഈ ഗ്രഹത്തിന്റെ ഒരു ദൃഷ്ടിയാണ് മീനൻ രാശിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെ ആ ദോഷകാഠിന്യം കുറയാൻ പോവുകയാണ്. ഇനി ഒരു മനസ്സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്.
എന്തായാലും ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ എല്ലാ അമാവാസിക്കും അതുപോലെ കറുത്തവാവിൻ്റെ അമാവാസി പൂജ, അതുപോലെ ശക്തയ പൂജ, അതുപോലെ പുഷ്പാഞ്ജലി, ഇതിലൊക്കെ നിങ്ങളുടെ പേരും കുടുംബങ്ങളുടെ പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.